ജോലി ചെയ്ത് ഈ മോനും കൂടി ആഹാരം കൊടുക്കുന്ന അമ്മയാണ്. പക്ഷേ അമ്മയ്ക്ക് MDMA മേടിക്കാൻ കാശ് കൊടുക്കാനുണ്ടായില്ല. പരിണതഫലമായി ആ മോൻ 9 മാസം വയറ്റിലിട്ട് വളർത്തിയ, പാല് കൊടുത്ത് വളർത്തിയ, ദീർഘവർഷങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ആ അമ്മയെ തല്ലിക്കൊല്ലുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. സമാനമായൊരു വാർത്ത കോഴിക്കോടിൽ നിന്ന് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത്. ഒരു യൗവനക്കാരന് ലഹരി മേടിക്കണം, കൂട്ടത്തിൽ കൂടെ അവനൊരു ബൈക്കും കൂടെ വേണം. ബൈക്കെന്ന് പറഞ്ഞാൽ ഒരു 1,80,000-ലധികം രൂപ ആവശ്യമുണ്ട്. കാരണം അവൻ്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്കുണ്ട്. ആ ബൈക്ക് വയോവന്ധികനായ അവൻ്റെ അപ്പൻ ഇപ്പോൾ തന്നെ ബൈക്കിനും പൈസ കൊടുക്കണം, പിന്നെ കഞ്ചാവിനും പൈസ കൊടുക്കണം. കഞ്ചാവിൻ്റെ കാര്യം അവൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, ബൈക്കിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ അവൻ ലഹരിക്ക് അടിമയാണ്, പോലീസിൽ ധാരാളം കേസുള്ള വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ പിതാവിനെ ജനിപ്പിച്ച് ദീർഘവർഷം വളർത്തി പ്രതീക്ഷയോടെ കൊതിയോടെ വളർത്തിയ മോൻ ആ അപ്പനെയും തല്ലിക്കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുകയാണ്. ഏതാണ്ട് 60 ദിവസം പിന്നിടുമ്പോൾ 67 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തു എന്ന് സങ്കടകരമായൊരു വാർത്തയാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഈ 67 ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പോലും ഒതുങ്ങുകയില്ല. അടുത്ത 2-3 വർഷം കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഫ്രീ കിറ്റ് കൊടുക്കാൻ പര്യാപ്തമായ, അല്ലെങ്കിൽ ഈ കേരളത്തെ അടുത്ത 2-3 വർഷം സമൃദ്ധമായി നിലനിർത്താൻ ആവശ്യമായ ഒരു വലിയ തുകയാണ് ഈ ലഹരി പിടിച്ച് കത്തിച്ച് കളഞ്ഞത്. ഇതിവിടെ ആഹാരത്തിന് കൊണ്ടുവന്നതല്ല, ലേഹ്യം ഉണ്ടാക്കാൻ കൊണ്ടുവന്നതല്ല, മരുന്നുണ്ടാക്കാൻ കൊണ്ടുവന്നതല്ല, ഇതിവിടുത്തെ ചെറുപ്പക്കാരെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ നാശം ഏതാണ്ട് സമ്പൂർണ്ണമാണ്. യാതൊരു വകതിരിവുമില്ലാതെ പിച്ചും പേയും പറഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ ദ്രോഹം ചെയ്ത ഒരുപാട് ചെറുപ്പക്കാർ, എന്തിനു പറയുന്നു, മുഖ്യമന്ത്രിയെയും പോലീസ് ഉന്നത അധികാരികളെ പോലും വെല്ലുവിളിക്കുന്ന ആളുകൾ പട്ടാപ്പകൽ കൊച്ചിയിലും എറണാകുളത്തും നടുറോഡിലിട്ട് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ അതങ്ങ് UP-യിലാണ്, അല്ലെങ്കിൽ ബോംബെയിലാണ്, അല്ലെങ്കിൽ അതങ്ങ് പാകിസ്ഥാനിലാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങൾ, ചെറുപ്പക്കാർ, പിള്ളാർ ആർക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ, അല്പം മദ്യവും ഒരു ശകലം പൈസയും കൈവച്ചു കൊടുത്താൽ ഏത് ഈടിയെയും ഇടിച്ചിടാൻ ഇവിടുത്തെ പിള്ളാർ തയ്യാറായി നിൽക്കുകയാണ്. വിദ്യാഭ്യാസമുള്ളവരെല്ലാം ജീവിക്കാൻ ഗതിയില്ലാതെ നാട് വിട്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പോക്കറ്റ് മണിക്ക് കാശില്ലാത്തവരെല്ലാം ഇതുപോലുള്ള അധാർമിക പ്രവൃത്തികൾ കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഈവൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ലഹരി പദാർത്ഥങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു, വിറ്റ് കാശാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ അവർക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം വേറൊരു സാധ്യതയുമില്ല. പിന്നെ അറിയാവുന്ന പദ്ധതി, ചുരുക്കി പറഞ്ഞാൽ കുറേ സിനിമാക്കാരും കുറേ പാർട്ടിക്കാരും കുറേ അധാർമിക പ്രവർത്തകരും ചെയ്യുന്നവരും ഇവിടെ സുഖമായി ജീവിക്കുന്നു. ബാക്കിയുള്ളവർ അവരുടെ ജീവിതം നിലനിർത്താൻ ബന്ധപ്പെടുകയാണ്. അതാണ് നമ്മുടെ കേരളം എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് സ്വാതന്ത്ര്യം? എവിടെയാണ് ആഘോഷം? എവിടെയാണ് ഓണത്തിന്റെ സന്തോഷം? ആമേൻ. പുറമേ ചിലതെല്ലാം കാട്ടിക്കൂട്ടിയാലും മനുഷ്യനെല്ലാം ദുഃഖിതരാണ്, സങ്കടപ്പെടുന്നവരാണ്, ആമേൻ, വേദനിക്കുന്നവരാണ്. ആമേൻ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ആമേൻ ഉപദ്രവിക്കപ്പെടുന്നു, ഇടിക്കപ്പെടുന്നു, സ്ത്രീധനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു, വിവാഹമോചനത്തിന്റെ പേരിൽ കേരളം ഒന്നാമതാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ. 85 പേര് ആത്മഹത്യ ചെയ്യുന്നതിൽ 15 പേരും സ്ത്രീകളാണ് എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ കുടുംബകലഹം, വിവാഹമോചനം എന്നിങ്ങനെ ഉള്ള മേഖലകളിൽ കേരളം ഒന്നാമതായി വരുമ്പോൾ ആമേ സ്തോത്രം, നമുക്ക് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ PSC പരീക്ഷ, UPSC പരീക്ഷ, നീറ്റ് പരീക്ഷ, കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും, പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു, കോലാഹലങ്ങളും ബഹളങ്ങളുമായി നടക്കുമ്പോൾ എവിടെയാണ് സന്തോഷം? എവിടെയാണ് സ്വാതന്ത്ര്യം? എവിടെയാണ് ആമേ സ്തോത്രം
കേരളത്തനിമ, കേരളീയൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ നോക്കി ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന അഭിമാനപൂർവ്വം പറഞ്ഞു വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ളവർ. എന്നാൽ അതേ വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറഞ്ഞത്, ആമേ സോദരം, ആമേൻ, ഇതൊരു സാത്താന്യ സ്ഥലമാണ്, ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ആമേ ഡെവിളിഷ് ഓൺ പീപ്പിൾ ആർ മൂവിങ് അറൌണ്ട് ദ കേരള എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ കേരളം എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, പാപം എന്ന ഭീകരമായ അവസ്ഥ, സിൻ, പാപം എന്ന് പറഞ്ഞാൽ ഹമാർട്ടിയ എന്ന വാക്ക്, ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്ന മനുഷ്യൻ പകുതി വഴിയിൽ അവന്റെ ജീവിതം അസ്തമിച്ചു പോകുന്നു എന്നുള്ള വലിയ കാഴ്ചപ്പാട് ആണ് ആ വാക്ക്, 3 വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതേ പ്രിയരേ, ആൻഡ് എവറിത്തിങ് ദാറ്റ് ഡസ് നോട്ട് കം ഫ്രം ദ ഫെയ്ത്ത് ഈസ് സിൻ എന്നിവ ആമേൻ വായിപ്പാനും പഠിക്കുവാനും കഴിയും. ശുദ്ധ മനസാക്ഷിയിൽ നിന്ന് ഉത്ഭവിക്കാത്ത സകല അശുദ്ധ ചിന്തകളും പാപമാണ്. അത് പതുക്കെ പതുക്കെ തുടങ്ങി കൂടി അത് കൈവിട്ടു പോകുന്ന അവസ്ഥ. ഇതാണ് പാപത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരും ഗുണ്ടയായി ജനിക്കുന്നില്ല, ആരും മദ്യപാനിയായി ജനിക്കുന്നില്ല, ആരും MDMA ആമെ തിന്ന് അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചിന്റെ വായിൽ പണ്ടൊക്കെ പാലും സ്വർണ്ണം അരച്ചതും ഒക്കെ കൊടുക്കുന്നതിന്റെ ഓർമ്മയിലുണ്ട്. ആരും MDMA കൊടുക്കുന്നില്ല. എന്നാൽ കാലത്തിന്റെ നീക്കത്തിൽ സാഹചര്യങ്ങൾ മനുഷ്യനെ ക്രിമിനൽസുകളും കുറ്റവാളികളുമാക്കുന്നു. കാരണം അവന്റെ ചിന്തയിൽ അശുദ്ധ ചിന്തകൾ കയറുകയും ആ അശുദ്ധ ചിന്ത അവനെ കൂടുതൽ തിന്മയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. നോക്കൂ പ്രിയരെ, വിശന്ന് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഒരു ചായയോ ഭക്ഷണമോ മേടിച്ചു തരാൻ ഇവിടെ ആരുമില്ല. എന്നാൽ ഒരു മദ്യപാനി ഒരു ഷാപ്പിന്റെ ഭാഗത്തേക്ക് ചെല്ലൂ, അവിടെ പിന്നെ അവൻ അളിയന്മാരും മച്ചാന്മാരുടെ ഒരു നീണ്ട നിരയാ. വാ മച്ച അളിയ എന്ന് പറഞ്ഞ് കാശില്ലാത്തവനും ഇത് കുപ്പിക്കണക്കിന് മേടിച്ചു കൊടുക്കും. ഞാൻ പാർക്കുന്ന സ്ഥലം, അതെ, എന്റെ തൊട്ടടുത്ത് താമസിച്ചു കൊണ്ടിരുന്നത് ഒരു എക്സ് മിലിറ്ററി ജവാൻ, എല്ലാവരും ബഹുമാനിക്കപ്പെട്ട ഒരു ജവാൻ, പേര് ഉത്തമൻ, പദ്ധതി അധമൻ, എന്നും കുടിക്കും, റെയിൽവേയിൽ പോയി തലവെച്ച് കിടക്കും. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ വലിച്ചെടുത്ത് രക്ഷിച്ചിട്ടുണ്ട് 2 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം ചേലക്കരയിലുള്ള തന്റെ വീട്ടിൽ പോയി താൻ തൂങ്ങിച്ചാകുവാനായിട്ട് ഇടയായി. നിരന്തരം മദ്യം ബുദ്ധിയെ മറച്ചു കളയുന്നു, തെറി പറയാൻ പ്രേരിപ്പിക്കുന്നു, അപ്പനെ കൊല്ലുന്നു, പെങ്ങളെ നശിപ്പിക്കുന്നു, അരാജകത്വമുണ്ടാക്കുന്നു. MDMA കഴിക്കുന്ന ഒരുത്തൻ 15 മാസത്തിൽ കൂടുതൽ പരമാവധി ജീവിക്കയില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു. ആദ്യം ഇത് കഴിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവനൊരു റോബോട്ടായോ രജനീകാന്തായോ അമിതാഭ് ബച്ചനായോ ഒക്കെ തോന്നും. അവൻ നാട്ടുകാരുടെ മുമ്പിൽ അവന്റെ ബലം കാണിക്കാൻ നോക്കും, പലരും കൂടി കൈവെക്കും. അതെ, അപ്പോൾ ഈ ശക്തി ഇച്ചിരി കുറയും. പിന്നെ കഴിക്കുമ്പോൾ മനസ്സിലാ ചിന്തയുണ്ട്, പുറത്താ ചിന്തയില്ല. എന്റെ മുതുകും നിന്റെ കൈയും എന്ന് പറഞ്ഞതുപോലെ 15 മാസം കഴിയുമ്പോൾ ചോര തുപ്പി മൂക്കിലൂടെ ചോര വാർന്നൊഴുകി വഴിയിൽ വീണ് അവൻ അസ്തമിക്കും. അതാണ് ഹമാർട്ടിയ. അതേ പ്രിയരെ, പാപം പതുക്കെ പതുക്കെ കുഞ്ഞിനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും കുഞ്ഞ് കള്ളം പറയുന്നു, അല്ലേ? വ്യഭിചാരം നമ്മൾ ആരെയും കോളേജിലോട്ട് പഠിപ്പിക്കുന്നില്ലെങ്കിലും അതും സംഭവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനും ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്ന് ദൈവതേജസ്സില്ലാത്തവരായി ദൈവത്തിനും മനുഷ്യനും ശത്രുവായി തകർന്ന ജീവിതം നയിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, anyone then who knows the good and does not do it, it is sin എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നല്ലത്, മറ്റൊരു കാര്യം മോശം, ചീത്തയാണ് എന്നറിയുന്നു, എന്നിട്ടും അത് ആവർത്തിക്കുന്നെങ്കിൽ, തിന്മയാണെന്ന് അറിഞ്ഞിട്ടും അത് ആവർത്തിക്കുന്നെങ്കിൽ അത് പാപഹേതുവാണ്, ദൈവശിക്ഷ അവന്റെ മേൽ വരും. ഉദാഹരണം പറഞ്ഞാൽ, വലിക്കുന്ന സിഗരറ്റിലും കുടിക്കുന്ന കുപ്പിയിലും എഴുതി വെച്ചിട്ടുണ്ട്, അത് വിൽക്കുന്ന കടയിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇഞ്ചുറീസ് ടു ഹെൽത്ത്, നിന്റെ ആരോഗ്യത്തിന് ഇത് ഹാനികരമാണ്. വലിയ ശാലകളിൽ 2 അസ്ഥികഷ്ണം ക്രോസായി വെച്ചിട്ട് ഒരു തലയോട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാലക്രമേണ നീയും ഇതുപോലെ ആയിത്തീരും എന്നാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും ആളുകൾ അതെല്ലാം മേടിച്ചു കുടിക്കുന്നു, കഴിക്കുന്നു. കുടുംബത്തിലേക്ക് ആഹാരം മേടിച്ചില്ലെങ്കിലും, അപ്പൊ ഓണക്കാലം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് പച്ചക്കറിയോ പായസമോ പുതിയ തുണിയോ ഒന്നും അല്ല പ്രിയരെ. കേരളം വിറ്റഴിക്കാൻ പോകുന്നത് കോടികളുടെ മദ്യത്തിന്റെ കച്ചവടമാണ് നടക്കുന്നത്. കാരണം ഉണ്ണി പിറന്നാലും ഓണം പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി, മദ്യപാനിക്ക് മദ്യം, ലഹരിക്കാരൻ ലഹരി, അറിഞ്ഞുകൊണ്ട് തന്നെ മരണത്തെ കുടിച്ചു തീർക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിൽ ഉണ്ട്. അത്
ആമേൻ സമൂഹത്തിനും ഭാരമായി പള്ളി